ഹൈ ഡിഫൻസ് ക്യാറ്റിൻ്റെ റീഷെഡ്യൂൾഡ് എക്സാം ചില കുട്ടികൾക്കൊക്കെ നാളത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ മെയിൽ വന്നവർ നാളെ തന്നെ എക്സാം എഴുതാം. ഓക്കെ, എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്, 11 മണി മുതൽ 1 മണി വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ മുന്നത്തെ അസസ്മെൻറ്റ് കോഡും ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ തന്നെയാണ്, സെയിം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻ കേസ് യു ഹാവ് നോട്ട് ഫേസ്ഡ് എനി ഇഷ്യൂ വുഡ് നോട്ട് ബി വാണ്ട് ടു അപ്പിയർ ദീസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എക്സാം അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാൽ കൺസിഡർ ദ മേക്ക് ഒബ്റ്റൈൻ യു ടു അറ്റൻഡ് മെയ്ഡ് ബൈ 4th February. എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ കിട്ടുന്ന മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് 4th February കിട്ടിയ മാർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാം, എക്സാം ദാറ്റ് മീൻസ് കൂടുതൽ പേർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രശ്നം വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ അറിവിൽ. അപ്പോൾ മെയിൽ വന്നവരെന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എക്സാം എഴുതുക. മെയിൽ വരാത്തവരുടെ കാര്യം എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും. ദെൻ അവർക്കും മെയിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം, ചെക്ക് ചെയ്യണം. ഒരു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് 2-3 സെക്ഷനായിട്ടായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവുക, മെയിൽ വരാത്തവരും വന്നവരൊക്കെ. പിന്നെ അപ്പോൾ ഏതായാലും ഇതുപോലെ മെയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം മക്കൾ. അതുപോലെ തന്നെ മെയിൽ വന്നവരെന്തായാലും എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഓക്കെ, അങ്ങനെ തന്നെയാണ് നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നാളെ 11 മണി മുതൽ 1 മണി വരെയാണ് എക്സാം. ഓക്കെ, ഏത് പാർട്ട് 2 മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, റീഷെഡ്യൂൾ ചെയ്യാതെ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ.